ദാ ഈ കിടന്ന് പിടയ്ക്കണ നല്ല ഫ്രഷ് ആറ്റുവാള കിട്ടിയ പിന്നെ എന്നാ ചെയ്യാനാ, കുറച്ച് പൊരിക്കുകയും വേണം, മുളകിട്ട് നല്ലൊരു കറിയും വെക്കണം. അപ്പം നമ്മുടെ വാളയെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് കൈവച്ച് നന്നായി തിരുമ്മി പിടിപ്പിച്ച് ഒരു ബോക്സിലിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി കറി വെക്കാനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ഇടത്തരം ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 8-10 ചെറിയുള്ളി രണ്ടായി മുറിച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി ഉള്ളിയൊക്കെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കി വഴറ്റി കളറൊക്കെ മാറി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുളിക്ക് ആവശ്യത്തിന് 3 കഷ്ണം കുടംപുളിയും ചേർത്ത് ഇളക്കി കൊടുത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് തവി വെച്ച് ചെറുതായി ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് വെള്ളമൊക്കെ വറ്റി എണ്ണയും മീനിലെ നെയ്യും ഒക്കെ തെളിഞ്ഞു വരുന്നതായി ഈ ഒരു പരുവത്തിൽ ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്താൽ അടിപൊളി ആറ്റുവാള മുളകിട്ട മീൻ കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ പറ്റി ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.